ഇവിടെ മിനോക്സിഡിൽ യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ടോ? ഹെയറിൽ മിനോക്സിഡിൽ യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ടോ? അത് എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ആൺപിള്ളേർക്കായിരിക്കും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുക. വൺസ് മിനോക്സിഡിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് യൂസ് ചെയ്യേണ്ടി വരും എന്ന് പറയുന്നത് കേൾക്കാം. അതിലെത്രമാത്രം സത്യമുണ്ട്? ഈ മിനോക്സിഡിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സെക്ഷൽ ലൈഫിനെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നവരും ഉണ്ട്. അതിലെന്തോരം സത്യമുണ്ട്? മിനോക്സിഡിൽ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കഷണ്ടിയിലാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളിൽ അത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് അതിന് സിമിലർ ആയിട്ടുള്ള ഈ ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് എന്ന് പറയുന്ന മുടി കൊഴിച്ചിലാണ്. ഇത് എന്ത് കണ്ടീഷനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് എത്ര നാൾ നമ്മൾ ഉപയോഗിക്കും എന്നുള്ളത് തീരുമാനിക്കാം. ഈ പറഞ്ഞ പോലെ കഷണ്ടി അല്ലെങ്കിൽ ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടേം യൂസാണ്. അത് ജനറ്റിക് ആയിട്ടുള്ളൊരു ടെൻഡൻസിയാണ് മുടി കൊഴിയാൻ. അത് നിന്ന് പോവില്ല. എന്തായാലും കൊഴിയുന്ന മുടീനെ കുറേയൊക്കെ പിടിച്ച് വെക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കൊടുക്കുകയാണ് മിനോക്സിൽ. മിനോക്സിൽ നല്ലൊരു ഏജൻറ്റാണ്. അത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക ചെയ്യുക. ആ ഒരു രീതിയിലാണ് ഇത് ഹെയറിന് സ്ട്രെങ്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ലോങ് ടേം ആയിട്ട് ആ ഒരു കണ്ടീഷനിലാണെങ്കിൽ അത് ലോങ് ടേം യൂസ് തന്നെയാണ്. അതല്ലാതെ ഷോർട്ട് ടേം ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അതുകൊണ്ട് മിനോക്സിൽ സ്റ്റാർട്ട് ചെയ്ത ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ശരിക്കും റെലവൻ്റ് അല്ല. ഏത് കണ്ടീഷന് കൊടുക്കണു എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ് സത്യം പറഞ്ഞാൽ. പിന്നെ സെക്ഷൽ ലൈഫിനെ ശരിക്കും ഈ അപ്ലൈ ചെയ്യുന്ന മിനോക്സിൽ ശരിക്കും അങ്ങനത്തെ ഒരു സൈഡ് എഫക്റ്റ് ഓൾമോസ്റ്റ് നില്ലാണ്. വളരെ എവിടെയോ 1-2 കേസ് റിപ്പോർട്ട്സ്, അതായത് ആരൊക്കെയോ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് അങ്ങനെ റിപ്പോർട്ടഡ് ആണെന്ന് മാത്രം. അതല്ലാതെ യൂഷ്വലി കാണാറേ ഇല്ലാത്തൊരു സൈഡ് എഫക്റ്റ് ആണ്. ആകെ ഈ അലർജി അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് മൈഗ്രെയിൻ അങ്ങനത്തെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ മാത്രമേ അപ്ലൈ ചെയ്യുന്ന മിനോക്സിഡിലിന് വരാറുള്ളൂ. നാച്ചുറലി നമ്മൾ സ്കിൻ കെയർ ചെയ്യാണ്ട് തന്നെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യോ, സ്കിൻ കെയർ ചെയ്യാത്തതും നല്ലതാണ് എന്ന് ഒരു റീലിൽ കണ്ടിന്യൂ. അപ്പോൾ സ്കിൻ കെയർ ചെയ്യുന്നതാണോ നല്ലത് അല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കുന്നതും നല്ലതാണോ? ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബേസിക് സ്കിൻ റുട്ടീൻ എന്ന് പറഞ്ഞാൽ ആകെ 3 കാര്യമേ ഉള്ളൂ. ഒന്ന് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ് എന്തായാലും ചെയ്യണം. നമ്മളെപ്പോഴും പുറത്ത് എക്സ്പോസ്ഡ് അല്ലേ. ഇപ്പോൾ വെറുതെ വീടിൻ്റെ അകത്ത് ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത്ര എക്സ്പോസ്ഡ് അല്ല. സിമ്പിൾ വാട്ടർ കൊണ്ട് വാഷ് ചെയ്യുന്നത് ഇറ്റ്സ് ഓക്കെ. നിങ്ങളിവിടെ കോളേജിൽ വരുന്നുണ്ട്, ട്രാവൽ ചെയ്യുന്നുണ്ട്, പുറത്ത് പോകുന്നുണ്ട്, കഴിക്കാൻ പോകും, കുറച്ച് സ്പോർട്ട് ആക്ടിവിറ്റീസിലുണ്ടാവും. ഒബ്വിയസ്ലി നമുക്ക് ഈ പറഞ്ഞ പോലെ കുറേ മൈക്രോ പാർട്ടിക്കിൾസ്, ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്. അതൊക്കെ ലോഡ്ജ്ഡ് ആവും. നമ്മളെന്തായാലും ക്ലെൻസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല അല്ലേ. അതുപോലെ നല്ലോണം പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റിലാണ് ഒന്നും അവിടെ ഇല്ലയെന്ന് വെച്ചാൽ വെറും വെള്ളം കൊണ്ട് വാഷ് ചെയ്താലും ഇറ്റ്സ് ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ, മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എത്ര എക്സ്പോസ്ഡ് ആണോ പുറത്ത്, ഈ പറഞ്ഞ ഓരോ അതിനനുസരിച്ച് സ്കിന്ന് സെൻസിറ്റീവ് ആവുക, ആ സെൻസിറ്റിവിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് ശരിക്കും മോയ്സ്ചറൈസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പണ്ടത്തെ കാലത്താണെങ്കിൽ എല്ലാവരും എണ്ണ തേച്ച് കുളിക്കും അല്ലേ. അതുതന്നെയാണ് മോയ്സ്ചറൈസർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ ആ മോയ്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. എണ്ണ എന്ന് പറയുന്നത് അത്ര നമുക്ക് കോസ്മെറ്റിക്കലി അപ്പോൾ അത്രയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം ആയതുകൊണ്ട് അതിനൊരു ബെറ്റർ ഫോമിൽ മോയ്സ്ചറൈസറായിട്ട് ക്രീംസ് ആയിട്ടോ ജെൽസ് ആയിട്ടോ ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്യുക. തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷനാണ്. നമ്മുടെ പണ്ടത്തെ ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരു 40 വയസ്സാകുമ്പോഴത്തേക്കും എന്താവും, ഇന്ത്യൻ സ്കിൻ ആണെങ്കിലാണ് പറയണത്, 40 വയസ്സാകുമ്പോഴത്തേക്കും റിങ്കിൾസ് സ്റ്റാർട്ട് ചെയ്യും, പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. ഇതൊന്നും നമുക്ക് ഇന്നത്തെ കാലത്ത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. ഇതൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ സ്കിൻ കെയറിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ വേണമെന്നില്ല. നമുക്ക് സ്കിൻ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറവാണ് സൺലൈറ്റ് എക്സ്പോഷർ കൊണ്ട്. നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ മെയിൻ ആയിട്ടുള്ള കൺസേൺ എന്ന് പറയുന്നത് വെയിലിനോടുള്ള എക്സ്പോഷർ കൊണ്ട് ഏജിങ് വരും എന്നുള്ളത്. അതിനെ പ്രിവെൻറ്റ് ചെയ്യലാണ് ശരിക്കും നമ്മൾ സൺസ്ക്രീൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് തേർഡ് പാർട്ട്. ബാക്കിയുള്ളതൊക്കെ അഡീഷണലാണ്. ഇഫ് യു ക്യാൻ ഡു ഇറ്റ് ഹെൽപ്സ്. ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ബോഡിയിലുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ്സാണ് ശരിക്കും ഏജിങ് ഉണ്ടാക്കുന്നത്. അതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻറ്റ് സിറംസ് ആണെങ്കിലും ആൻറ്റി ഓക്സിഡൻറ്റ് ക്രീംസ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു ലെവൽ വരെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏജിങ് ആവില്ല എന്നല്ല, അതിനെ കുറച്ചൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ. നാച്ചുറലായിട്ട് ഇരിക്കുന്നതുകൊണ്ട് വേറൊന്നും സംഭവിക്കില്ല. ഇറ്റ്സ് ജസ്റ്റ് സ്കിൻ, ഒന്നും ഉള്ളിലേക്കൊന്നും സംഭവിക്കാനില്ല. കുഴപ്പമില്ല എന്ന് മാത്രം. താങ്ക് യു. ഇനിയിപ്പോൾ ഇവിടെ ലേറ്റ് നൈറ്റ് ആയിട്ട് കിടന്നുറങ്ങുന്ന മിടുക്കികളുണ്ടോ? ഓഫ് കോഴ്സ് അല്ലേ. നമുക്ക് തോന്നുന്നു കൊറോണയ്ക്കൊക്കെ ശേഷം നമ്മളുടെ ഒരു സ്ലീപ്പിംഗ് സൈക്കിളൊക്കെ ഭയങ്കരമായിട്ട് പെൺകുട്ടികളുടെ തെറ്റിയിട്ടുണ്ട്. അതവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ ഫാമിലിയിൽ ഇപ്പോൾ ആ ഒരു കൾച്ചറിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഈ ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങി ഇപ്പോൾ സ്കൂളിലും കോളേജിലേക്കൊക്കെ വരുന്ന കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങി സ്കൂളിലേക്ക് വരുമ്പോൾ അവരെങ്ങനെയൊക്കെ അത് ഇപ്പോൾ ഹോർമോൺസിലാണെങ്കിലും അവരുടെ അല്ലാത്ത ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊക്കെ അതെങ്ങനെയൊക്കെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട്? സോ ഞാനെപ്പോഴും പറയാറുള്ളതാണ്, സർക്കാഡിയം റിതം എന്ന് പറഞ്ഞിട്ടുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അത് ചെറിയ പ്രായം മുതൽ എനി ഏജ് നമ്മളുടെ ശരീരം ഫുള്ളായിട്ട് റീസെറ്റ് ആവുന്ന ഒരു ടൈമാണ് സ്ലീപ്പ്. അത് 7 hours മിനിമം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളുടെ ശരീരം
റീസെറ്റ് ആവാൻ ട്രൈ ചെയ്യുന്നുള്ളൂ. ഈവൻ നിങ്ങളിപ്പോൾ ഇന്നൊരു സ്കിൽ പഠിച്ചുവെങ്കിൽ അത് നാളത്തേക്ക് റീറ്റെയിൻ ആവുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പ് കോർ സ്ലീപ്പ് കിട്ടിയിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. ദാറ്റ് മീൻസ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങളുടെ ഫോം ആയിക്കോട്ടെ, എങ്ങനെ ഒരു ഇൻസ്ട്രുമെൻറ്റ് പിടിക്കണം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു ഡീപ്പ് റെം സൈക്കിൾ കിട്ടിയിരിക്കണം. അപ്പോൾ അതിന് എന്താ പറയുക, അതിലൊരു കോംപ്രമൈസ് ഇല്ല. അത് എത്ര നേരത്തെ നമ്മൾ ട്രെയിൻ ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ കുട്ടികളിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. അത് ബ്രേക്ക് ആവുന്നത് ഈ ഒരു പ്രായത്തിലാണ്. കാര്യം സ്ലീപ്പിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്ലീപ്പ് വളരെ സൈഡിലേക്ക് മാറി നിൽക്കുന്ന ഒരു സമയത്ത് രാവിലെ നിങ്ങൾ ടയേർഡ് ആവുന്നില്ല എന്നുള്ളൊരു കാര്യം വെച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോഴും യങ് ആണ്, നിങ്ങളുടെ ഹോർമോൺ സൈക്കിൾസ് ഇപ്പോഴും ഓൾമോസ്റ്റ് ഒരു ബാലൻസിലായിരിക്കും പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈം മാറുമ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റായിട്ടും അഡ്വൈസ് ചെയ്യുന്നത് ഫിസിയോളജിക്കലി ഒരു റീസെറ്റ് വേണമെങ്കിൽ കറക്റ്റ് അവേഴ്സ് ഓഫ് സ്ലീപ്പ് വേണം. അത് ഹോർമോണൽ ആവാം, ഇൻ്റലക്ച്വൽ ആവാം, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾക്കാവാം. പിന്നെ ശരിക്കും ഭയങ്കര കഷ്ടപ്പെട്ട് വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏക്കില്ല ഇഫ് യു ഡോണ്ട് ഹാവ് കറക്റ്റ് സ്ലീപ്പ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ മാഡം പറഞ്ഞ പോലെ സ്കിൻ എത്ര നിങ്ങൾ റൊട്ടീൻ ട്രൈ ചെയ്താലും നിങ്ങളുടെ സ്കിന്നിലൊരു ഇമ്പ്രൂവ്മെൻറ്റും കാണില്ല അഗൈൻ സ്ലീപ്പ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ. സോ ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അത് മാത്രമല്ല, നേരത്തെ ഹസ്ന പറഞ്ഞല്ലേ, അതായത് ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഞാൻ പണ്ട് ഉപയോഗിച്ചു, സെറംസ് ഒക്കെ പിന്നെ സ്റ്റോപ്പ് ചെയ്തു വന്ന്. ഈ സ്കിൻ കെയർ മാത്രം പോരാ സ്കിന്നിന്, അതിനപ്പുറത്തേക്ക് നമ്മളുടെ ഗട്ട് ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ അല്ലേ? നമ്മളുടെ ഗട്ട് നമ്മളുടെ സ്കിൻ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊന്ന് 2 ഡോക്ടേഴ്സിനും ഇതേപ്പറ്റി സംസാരിക്കാനുണ്ടായിരിക്കും.